ഇന്നിതാ നമ്മൾ പുലിമുട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിന് അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുത്തല്ല, കുറച്ചൊന്നും പോകാനുണ്ട്, എന്നാലും അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയിരിക്കണത് കേട്ടോ. അപ്പോൾ ആ വ്യൂ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും. ഉച്ചയ്ക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് വെയിലൊക്കെ ഒന്ന് അറിയ ശേഷം ഇറങ്ങിയത്. അപ്പോൾ അതാ കുറച്ച് കക്കകളാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ തന്നെ ഒരു പാലാണ്, പാലത്തിൻ്റെ രണ്ട് സൈഡിലും കനാലാണ് കേട്ടോ. കനോലി കനാലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ അതിൻ്റെ കനാലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ തെങ്ങുകളാണ്. നല്ല രസമാണ് കേട്ടോ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഇതാ കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അതാ കാണുന്നിടത്താണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറില്ല, ബൈക്കൊക്കെ കയറും, വേറെ വണ്ടികളൊന്നും പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ നടക്കാനാണെങ്കിൽ കുറച്ചുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ മഴ തുള്ളി തുടങ്ങിയപ്പോൾ വീരുക്കുട്ടൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൂവൊക്കെ പൊട്ടിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ആ രണ്ട് സൈഡിൽ നമ്മൾ പോകുമ്പോഴത്തേനും ഇങ്ങനെ കനാല് കാണാം. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെറുപ്പത്തിൽ കുറേ ചൂണ്ടയിടാനൊക്കെ വന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ രണ്ട് ഭാഗത്തും. അപ്പോൾ ഈ സന്ധ്യാസമയമായ കാരണം കൊണ്ട് ആ വ്യൂ നല്ല രസമാണ് കേട്ടോ. കനാലിങ്ങനെ നല്ല രസത്തിലിങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ കുറേ ഉണ്ട് കേട്ടോ, നല്ല വലുതാണ് കനാല് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ചെറുതായിട്ടൊരു മഴക്കാറുള്ള പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിറയെ തെങ്ങും, പിന്നെ കുറേ ചേട്ടന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ മീൻ ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പോകെ നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് പോയിട്ട് സാധാരണ മണ്ണാണ് കേട്ടോ. നിറയെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഇടാതെ നടന്നു കഴിഞ്ഞാൽ കാല് എന്തായാലും ഒരു പൊട്ടി പോകുന്ന ഉറപ്പാണ്. പിന്നെ അതാ നല്ലൊരു വ്യൂ, സന്ധ്യ ടൈം ആയത് കാരണമാണ് കേട്ടോ ഇത്രയും രസം. നട്ടുച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അങ്ങനെ അതാ നമ്മളിങ്ങനെ നടന്നു പോവാണ്. ഇനി ഈ കായൽ പതുക്കെ പോയി കടലിൻ്റെ ഇതാവും കേട്ടോ, കടലിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ അതാ നമ്മുടെ വീരുക്കുട്ടൻ ഹായ് ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, വഴിയുടെ വീതി കുറഞ്ഞു വരികയാണ് കേട്ടോ. ഈ സൈഡിൽ കനാലും ഇപ്പുറത്ത് ഇങ്ങനെ പറമ്പ് പോലെ കേട്ടോ. പറമ്പല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്, പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതാ നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നിറയെ കണ്ടോ കല്ലുകളൊക്കെ നല്ല ഇങ്ങനെ ഷാർപ്പ് എഡ്ജസ് ആണ്. അപ്പോൾ അത് അപ്പോഴേക്കും നമ്മുടെ വീരുക്കുട്ടൻ കുറേ ഷെല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി പോകുമ്പോഴും ഉണ്ടാവും കുറേ പറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കേൾക്കണമൊന്നുമില്ല, കുറേ ഇങ്ങനെ പറക്കി കൈ പിടിക്കുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ ആ പുലിമുട്ടിൻ്റെ അവിടേക്ക് വന്നു തുടങ്ങി കേട്ടോ. ഇനി കടലാണ്. അപ്പോൾ കടൽ കണ്ടോടുകൂടി വീരുക്കുട്ടനെ പേടിയായിട്ട് നല്ല കരച്ചിലായിട്ടോ. അപ്പോൾ അതാ കടലിൽ മീൻ വലയിടാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ കുറേ കടലിൻ്റെ മുന്നിലേക്ക് നടന്നു പോയ ശേഷമാണ് കേട്ടോ അവർ വലയിടുകയാണത്. കുറേ പേർക്കൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മീനൊക്കെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു സഞ്ചിയിലും പിന്നെ ഒരു കൂട പോലത്തെ ഇല്ലേ മീനിടുന്ന, അതിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. വല ഇങ്ങനെ ഇടുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് മീനുള്ള ഭാഗത്താണ് വരുമ്പോഴാണ് അവർ ആ വല വിരിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ കുറച്ച് നേരം ആ മീൻ പിടിക്കണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ കണ്ടോ സഞ്ചിയിൽ അവരിങ്ങനെ മീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ആ കല്ലുണ്ടല്ലോ, ആ തിരയടിക്കുന്ന കല്ലിൻ്റെ അവിടെ കുറേ ഞണ്ടുകളുണ്ട് കേട്ടോ. ഞണ്ടുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ 1-2 ഇങ്ങനെ ചാടി പോയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ആ കല്ല് ഈ പുലിമുട്ടിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. കുറേ പേര് പറമ്പിരുന്നിട്ടൊക്കെ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഫോട്ടോ സെക്ഷനുകളാണ്. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കടലിലേക്ക് പോകാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീരുക്കുട്ടൻ ഇങ്ങനെ ശംഖ് പോലത്തെ കിട്ടി, അത് ചങ്ക് എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ്. കുറേ ഷെല്ലുകളും അതുപോലെ ഈ ശംഖുകളൊക്കെ ഇങ്ങനെ പറക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീരുക്കുട്ടൻ അത്ര വലിയ ഇഷ്ടമില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്, വെള്ളമായ കാരണം ഇങ്ങനെ ഒന്ന് മടിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എന്താ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മീൻ ഇങ്ങനെ ഒരു കൂടയിൽ പോലെ ആക്കി വെക്കുന്നുണ്ടെന്ന്. പിന്നെയും കുറേ പേര് ഇങ്ങനെ വന്നിട്ട് വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിറയെ മീനും കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് വരുമ്പോൾ ഒരു പാമ്പ്, അതിങ്ങനെ ചത്ത പാമ്പാണ് കേട്ടോ. പക്ഷെ വീരുക്കുട്ടിന് പാമ്പിന് നല്ല ഇഷ്ടമായ കാരണം അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ്. മൂപ്പര് വിചാരം അതിന് ജീവനുണ്ട് എന്നാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ പാമ്പ് നോക്കി നിൽക്കുകയാണ്. പിന്നെ വീരുക്കുട്ടിന് പേടിയായ കാരണം തിരയിലേക്ക് ഇറങ്ങാനൊന്നും വന്നില്ല കേട്ടോ, കടലിലേക്ക് ഇറങ്ങാനൊന്നും വന്നില്ല. അവിടെ ഇങ്ങനെ കരയിൽ എന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പേടിയായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുഴിയൊക്കെ കുഴിച്ച് നോക്കുമ്പോഴത്തേനും ഞങ്ങൾക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അത് ചാടി പോവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വീരുക്കുട്ടൻ അത് വേണമെന്ന് പറഞ്ഞിട്ട് കുഴിയൊക്കെ കുഴിച്ച് നോക്കുമ്പോഴത്തേനും
പിന്നെ ഒരു ഞണ്ടിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ പിന്നെ മൂപ്പർക്ക് അത് വീട്ടിൽ കൊണ്ടുപോകണം എന്നായി. അപ്പോൾ അതാ ഒരു ചെറിയ പാത്രം, ഒരു ഐസ്ക്രീമിൻ്റെ ബൗൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഈ ഞണ്ടിനെ ഇട്ടിട്ട് അതുമിൽ ഒരു ഹോളും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീരുക്കുട്ടനെ അത് കയ്യിൽ കൊടുത്തേക്കാണ്. അപ്പോൾ വീരുക്കുട്ടനെ ഞണ്ടിനെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പേടിയാണ് കേട്ടോ. അത് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആളായിട്ട് അതിങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എന്താ ഞണ്ടിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയാണ് കേട്ടോ മൂപ്പര്. കയ്യിൽ വയ്ക്കുമ്പോഴത്തേനും പേടിയായിട്ട് ചാടുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തിരയിലൊക്കെ കളിച്ചു. വീരുക്കുട്ടൻ എന്താ ഞണ്ട് ചത്ത് കഴിഞ്ഞപ്പോഴത്തേനും കയ്യിൽ വലിയ ആളായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് ഐസ്ക്രീം ബൗളിലാക്കിയിട്ട് കൈ പിടിച്ചിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോവാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഷെല്ലും ചങ്ക് എന്നാണ് പറയണത് കേട്ടോ. ആ ശംഖും ഈ ഞണ്ടിനൊക്കെ വെള്ളത്തിലിടണം എന്നാണ് പറയണത്. എന്തായാലും വീരുക്കുട്ടൻ നല്ല ഹാപ്പിയായി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചിട്ട് ദബായി പറഞ്ഞിട്ട് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഇതൊക്കെ വെള്ളത്തിലിടണം എന്നാണ് കേട്ടോ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോഴത്തേനും നല്ല എന്താ പറയുക, നല്ലൊരു സന്ധ്യ ആയിട്ടോ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. മഴയൊന്നും ഉണ്ടായില്ല, അത് കാരണം നല്ല രസമാണ്. തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പോയ പാലാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസം.